യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. ഭൗതിക തലത്തിൽ മരണം വരെ നാം ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും മഹത്വത്തിനും ചേർന്ന വിധം മാത്രമേ ഈ ലോകത്തിൽ വ്യാപരിക്കുവാൻ പാടുള്ളൂ എന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആൻസി, അറുന്നൂറ്റിമംഗലം ഇടവയിൽ നിന്ന് വരുന്നു. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോന് ഭയങ്കര ശക്തമായും തലവേദനയുണ്ടായി. ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ അല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന കാര്യസ്വാമി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അതിൻ്റെ ഫലമായിട്ട് സ്കാൻ ചെയ്തപ്പോൾ എല്ലാം നോർമലായിരുന്നു. പിന്നെ ഇതുവരെ തലവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ സഹോദരിക്കും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഷെമ ഇസ്രായേലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വചനം അനേകരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. പലരും പല സമയത്ത് ചോദിക്കാനുള്ള ചോദ്യം, അച്ചോ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കണ്ടേ? ഞാൻ എന്തിനു വേണ്ടി എത്രയും നാൾ ജീവിച്ചേ? എൻ്റെ മക്കൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു, ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. അവസാനം ആർക്കെല്ലാം വേണ്ടി ജീവിച്ചുവോ ഇവരിൽ നിന്നൊക്കെ തിരസ്കരണവും വേദനയും നൊമ്പരവും ഒക്കെ സ്വന്തമാക്കേണ്ടി വരുമ്പോൾ ഒരു ഹൃദയഭാരത്തിൽ നിന്നും ഉയരുന്ന ചോദ്യമാണ്, ഇനിയിപ്പോൾ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ജീവിക്കണ്ടേ? ഇവിടെ പരിശുദ്ധാത്മാവ് ഈ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം തരുന്നുണ്ട് വചനത്തിലൂടെ. ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത് ആർക്കു വേണ്ടിയിട്ടാണെന്നും നമ്മൾ ജീവിക്കേണ്ടത് ആരോട് ചേർന്നാണെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ മാറ്റം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മൾ ആർക്കു വേണ്ടിയും ജീവിച്ചെന്ന് പറഞ്ഞാലും ആത്യന്തികമായി നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. 2 കൊരിന്തോസ് 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. വചനം വളരെ കൃത്യമാണ്, മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. 2 കൊരിന്തോസ് 5:15 ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ. കണ്ടോ? അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഇനി അവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കണ്ടേ. നമ്മൾ പലരും നമുക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒക്കെ വേണ്ടി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വചനം പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ, എനിക്ക് വേണ്ടി മാത്രം അധ്വാനിക്കാതെ, എനിക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടാതെ, എനിക്ക് ചിലതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം ഓടി നടക്കാതെ ജീവിക്കാതെ. വചനം പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, വചനം കൂട്ടിച്ചേർക്കുകയാണ്, തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഉണ്ടോ?
അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, ഈ സത്യം സ്വർഗ്ഗം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഞാനും നിങ്ങളും അവന് വേണ്ടി ജീവിക്കാനാണ്. മനസ്സിലാക്കണം, ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ സ്നേഹത്തിന് വേണ്ടി, അവൻ്റെ സ്നേഹത്തിൽ ഒന്നായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സ്നേഹത്തിൽ സ്വന്തമാക്കാൻ പറ്റും. ഇതങ്ങനെയാ, ബാക്കിയുള്ളവരെയൊക്കെ സ്നേഹിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കേണ്ടവന് വേണ്ടിയോ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനോ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് വളരെ കൃത്യമായിട്ട്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. കണ്ടോ? അപ്പം നമുക്ക് വേണ്ടി ജീവിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുകയും ചെയ്ത കർത്താവുണ്ട്. അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. അവന് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് ഈ ജീവിതം തന്നിരിക്കുന്നുണ്ട്. അവനോടുകൂടി ഉത്ഥാനം പ്രാപിക്കാനുള്ളതാണ് ഈ ജീവിതം. അതുകൊണ്ടാണ് ചിലർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിച്ചു, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി അവസാനം എന്നാവട്ടെ ഒന്നുമില്ല. ഈ ഒരു മനോവ്യത ഇല്ലാതിരിക്കാൻ, ഈ മനസ്സിൻ്റെ ഭാരമില്ലാതിരിക്കാൻ, ഈ മനക്ലേശത്തിലൂടെ നീ കടന്നു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. സത്യമല്ലേ? നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് സ്വന്തമത്രേ. കേട്ടോ? അപ്പോൾ നമ്മൾ ജീവിച്ചാലും നമ്മൾ മരിച്ചാലും നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാണ്. അതിനെന്നാ ചെയ്യണ്ടേ? ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി മരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ സ്വന്തമാവും. നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടോ ലോകത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ മാത്രം ജീവിക്കുന്നവരായി തീർന്നു കഴിഞ്ഞാൽ ഇവരൊന്നും തിരിച്ച് സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവിടെയൊക്കെ സ്നേഹം എന്ന് നിലനിൽക്കണമെന്നും നിർബന്ധവുമില്ല. നമ്മൾ അവസാന നിമിഷം സ്നേഹിക്കുമെന്നും നമ്മളെ കരുതുമെന്നും നമ്മളെ പരിപാലിക്കുമെന്നും ഒക്കെ കരുതി ഇന്നലകളിൽ സ്നേഹിച്ച അനേകർ ഇന്ന് നമ്മളെ സ്നേഹിക്കാതെ അവഗണിച്ച് കടന്നു പോകുന്നില്ലേ? പുല്ലുവില കൽപ്പിക്കാതെ മാറ്റി നിർത്തുന്നില്ലേ? തിരസ്കരിക്കപ്പെടുന്നില്ലേ? ഇന്നലകളിൽ നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളാണോ? ഇല്ല. ഇന്നലെ നമ്മൾ എന്നെ വിചാരിച്ചു, ഞാൻ എൻ്റെ മക്കൾക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കൾ അതുപോലെ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോഴും വചനം പറയുന്നു, അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കട്ടെ. കണ്ടോ? കാരണം എനിക്ക് വേണ്ടി മരിച്ചവനുണ്ട്, എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനുണ്ട്, എന്നെ കുരിശോളം സ്നേഹിച്ചവനുണ്ട്. അവനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനങ്ങളിൽ പരാതിയില്ല, പരിഭവമില്ല. അവൻ എന്നെ സ്നേഹിച്ചില്ലല്ലോ, അവരെന്നെ കരുതിയില്ലല്ലോ, ഞങ്ങൾ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും അവർ ഞങ്ങൾക്കെതിരെ തിന്മയാണല്ലോ ചെയ്ത് എന്നുള്ള പരാതിയുള്ളതിന് കാരണം അങ്ങനെ കൊടുക്കുന്ന സ്നേഹത്തിന് സ്വാർത്ഥതയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മൾ സ്നേഹിക്കേണ്ടത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. യേശുക്രിസ്തു എന്നെയും നിങ്ങളെ സ്നേഹിച്ചത് ഈ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം കൊണ്ടാണ്. നിസ്വാർത്ഥമായ സ്നേഹം, എല്ലാം വിട്ടുകൊടുക്കുന്ന സ്നേഹം, എല്ലാം പങ്കുവെക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. ഈ സത്യം ആത്മാവിൽ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരുവനുണ്ടെന്ന് സത്യം മനസ്സിലാക്കി അവന് ജീവിതം കൊടുത്ത് അവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുത്താൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം നമുക്കും കിട്ടും.
അപ്പോൾ കാലഘട്ടത്തിൻ്റെയോ വ്യക്തികളുടെയോ വാക്കുകളോ പ്രവൃത്തികളോ തിരസ്കരണങ്ങളോ നൊമ്പരങ്ങളോ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളോ ഇന്നലകളിൽ നമ്മൾ സ്നേഹിച്ചിട്ട് ഇന്ന് സ്നേഹം കിട്ടാത്ത അനുഭവങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്താ? അന്നും ഇന്നും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരുവൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായി ഇന്നുമുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞവൻ എൻ്റെ കൂടെയില്ലേ? ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹം വാഗ്ദാനം ചെയ്തവൻ്റെ സ്നേഹം എൻ്റെ കൂടെയില്ലേ? അപ്പം മാറിപ്പോകുന്ന സ്നേഹത്തെക്കുറിച്ച് ഞാൻ എന്തിനു ഭാരപ്പെടണം? നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹത്തെക്കുറിച്ച് ഞാൻ എന്തിനു വിഷമിക്കണം? ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള, ഇതൊക്കെ കടന്നു പോകാനുള്ളതാണ്. നമ്മൾ ആരും സ്വപ്നം കാണാൻ പാടില്ലാത്ത കാര്യമോ പ്രിയപ്പെട്ടവരെ? എല്ലായ്പ്പോഴും എല്ലാവരും എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുമെന്ന് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മക്കളായിരുന്ന സമയത്ത് അവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാകാം, നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അവർ കണ്ടിട്ടുണ്ടാകാം, അതുകൊണ്ട് അവർ സ്നേഹിച്ചിട്ടുണ്ടാകാം. വളർന്നു വരുമ്പോൾ അവർ അവരുടേതായ ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടേതായ കുടുംബം, മക്കൾ, തലമുറകളൊക്കെ ആകുമ്പോൾ ഇന്നലകളിൽ നിന്നെ സ്നേഹിച്ചതുപോലെ ഇന്ന് സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല. ഇന്നലകളിൽ നീ പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് നിന്നെ സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം അവർക്ക് അവരുടേതായ കുടുംബമായി, അവർക്ക് സ്നേഹിക്കാൻ ഈ സ്നേഹം പകർത്തപ്പെടുവാനുള്ള സാഹചര്യങ്ങളായി, സാധ്യതകളായി, വ്യക്തികളായി. പക്ഷേ ഈശോ വചനം പറയുന്നു, നമ്മിലാരും നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മിലാരും നമുക്ക് വേണ്ടിയല്ല ഇനി മരിക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് സ്വന്തമത്രേ. ഇതന്നെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 തെസ്സലോനി 5:10 വചനം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നോക്കിക്കേ, യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചത്, ജീവിച്ചത് ഞാനും നിങ്ങളും അവന് വേണ്ടി ജീവിക്കേണ്ടതിനും അവന് വേണ്ടി മരിക്കേണ്ടതിനുമാണ്. എന്നിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ തന്ത്രപ്പാടും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ അധ്വാനവും ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ? അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുമാണോ? അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? അവന് വേണ്ടി മരിക്കാനുള്ളതാണോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രക്തം ചിന്തി മരിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ മരണം എന്ന് പറയുന്നത്. അല്ലേ? ചുമന്ന രക്തസാക്ഷിത്വമുണ്ട്, വെള്ള രക്തസാക്ഷിത്വമുണ്ട്. അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും ഈശോ കടന്നുപോയ കുരിശിൻ്റെ വഴികളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി അവനോടുകൂടി മരിച്ച് അവനോടുകൂടി ഉദ്ധാനം ചെയ്യുവാനുള്ള ആത്മാവിൻ്റെ ബോധ്യത കൂടി ഏറ്റെടുക്കുമ്പോൾ വചനം പറയുന്നത് പോലെ ഉറക്കത്തിലും ഉണർവിലും അവനോടുകൂടെയാണ് ജീവിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വചനം കൂട്ടിച്ചേർക്കുന്നുണ്ട്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാ. കണ്ടോ? ആർക്കെല്ലാം ജീവിതം ക്രിസ്തുവാകുന്നുവോ അവനാണ് മരണം നേട്ടമാകുന്നത്. അല്ലെങ്കിലോ നേരെ തിരിച്ച് സംഭവിക്കും. എനിക്ക് ജീവിതം ക്രിസ്തുവാണോ, എനിക്ക് മരണം നേട്ടമാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവാണെങ്കിൽ എനിക്ക് മരണം നേട്ടമാണ്. കണ്ടോ? അതുകൊണ്ടാണ് വചനം പറയുന്നത് വളരെ കൃത്യമായിട്ട്. നമുക്കിന്ന് തുടങ്ങിയപ്പോൾ കിട്ടിയ വചനം 2 കൊരിന്തോസ് 5:15 വചനം പറയുന്നത് ഇത് തന്നെയാ: ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഇത്രയും വർഷം 10, 20, 30, 40, 50, 60 വർഷക്കാലം നമ്മൾ പലർക്കും വേണ്ടി ജീവിച്ചില്ലേ? കുടുംബത്തിന് വേണ്ടി ജീവിച്ചില്ലേ? മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിച്ച്? സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിച്ച്? സഹിച്ചത് കർത്താവിനെ സ്നേഹിക്കാൻ എത്രമാത്രം സഹനം നമ്മുടെ ജീവിതത്തിലെടുത്തു, അവന് വേണ്ടി ജീവിക്കുവാൻ എത്രമാത്രം വേദനകൾ എടുത്തു അല്ലേ? ജീവിത പങ്കാളിയുടെ മുമ്പിൽ എളിമപ്പെടുമ്പോൾ, മക്കളുടെ മുമ്പിൽ എളിമപ്പെടുമ്പോൾ, കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി എൻ്റെ ചില ഇഷ്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ, ബലി കഴിക്കുമ്പോഴൊക്കെ ഞാൻ അവനോടുകൂടി മരിക്കുകയാണ്. ഓരോ കുടുംബജീവിതത്തിലും വിളിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഓരോ വിളികളിൽ നിന്നുകൊണ്ട്, ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി മരിക്കാൻ നമുക്ക് പറ്റും, അവന് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റും. ഈ മരണത്തിനപ്പുറമല്ല, ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി മരിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്.
അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ ജീവിക്കുന്നവൻ കർത്താവിനോട് കൂടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്ക്, എൻ്റെ ആഗ്രഹങ്ങളോട്, എൻ്റെ സ്വപ്നങ്ങളോട്, എൻ്റെ താല്പര്യങ്ങളോടൊക്കെ ഞാൻ വിട പറയുകയാണ്, മരിക്കാൻ തയ്യാറാകുകയാണ്. കാരണം എന്താ? വചനം പറയുന്നു, ക്രിസ്തുവിലായിരിക്കുമെന്നവൻ പുതിയ സൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്. പിന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയാണ്. അതാ വചനം പറയുന്നത്. വചനം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ നീ അടിമത്തത്തിലായിരുന്നോ? സാരമില്ല, ക്രിസ്തു നിന്നെ വിളിച്ചപ്പോൾ തന്നെ അതിൽ തന്നെ നീ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചു. അവനിൽ നീ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചു. ആ സ്വാതന്ത്ര്യമാണ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് ബലം തരുന്നേ. ഇനി നമ്മൾ ഒന്നിൻ്റെ അടിമയല്ല, ആരുടെ അടിമയല്ല. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു കരുത്തെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ പരാതി ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും ജീവിതത്തിൻ്റെ പാതി വഴികളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന, ഉള്ളുകൊണ്ടെങ്കിലും പറയുന്ന ഈ പരാതി ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. ആ സ്നേഹത്തിൽ നിന്നാകണം ബാക്കി സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കേണ്ടത്. ഇത് ബാക്കി സ്നേഹബന്ധങ്ങളൊക്കെ ക്രിസ്തു സ്നേഹത്തിനേക്കാൾ ഉപരി വെച്ചിട്ട് അതിൽ നിന്നാണ് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ. അങ്ങനെയല്ല സംഭവിക്കണ്ടേ. ആദ്യം ക്രിസ്തു സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും മാറിയിട്ട് ആ ക്രിസ്തു സ്നേഹത്തിൽ നിന്നൊഴുകുന്ന സ്നേഹമാണ് മറ്റ് സ്നേഹങ്ങളിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. അവിടെ എളിമപ്പെടലുണ്ട്, അവിടെ ശാന്തതയുണ്ട്, അവിടെ സൗമ്യതയുണ്ട്, അവിടെ വിശുദ്ധിയുണ്ട്, അവിടെ സ്വയം ശൂന്യവൽക്കരിക്കലുണ്ട്. കാരണം അതാണ് യഥാർത്ഥ സ്നേഹം. അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത്, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ. ഇപ്പോൾ നീ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ടാണോ? ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ? ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണോ? സഹിക്കാൻ വേണ്ടിയിട്ടാണോ? വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണോ? അതുകൊണ്ട് ജീവിക്കുന്നവർ ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേ. അതാ വചനം പറയുന്നേ. ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് അവന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് വചനം പറയുന്നത് പോലെ ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. കണ്ടോ? അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, നാം അവന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി മരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, ഞാനിപ്പോൾ ജീവിക്കുന്നത്, ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്, ഞാനിപ്പോൾ പെരുമാറുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ? ആ സ്നേഹത്തിൽ നിന്നാണോ? അതല്ലെങ്കിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. ആദ്യ സ്നേഹം ക്രിസ്തു സ്നേഹമാണ്. അതുകൊണ്ടാണ് നിനക്ക് നഷ്ടപ്പെട്ട ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വാ എന്ന് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത്. ആ സ്നേഹമാണ് ആദ്യം തിരിച്ചു പിടിക്കേണ്ടത്. ആ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വിശുദ്ധമാകും. പിന്നെ സ്വാർത്ഥതയില്ല. ആരും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആരും പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഞാൻ ഇന്നലകളിൽ എന്നും സ്നേഹിച്ച ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്ന് ക്ഷണിക്കുക. സ്നേഹത്തിൻ്റെ പരാതിക്കാരായി കടന്നു പോകുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമില്ലേ? സ്നേഹം കിട്ടാത്തതിൻ്റെ വേദനയിലൂടെ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുമില്ലേ? അവരൊക്കെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നും ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെന്നും ആത്മാവിൽ ഇപ്പോൾ തന്നെ ഇവർക്ക് ബോധ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ സത്യത്തെ, ഈ വചനത്തെ ഇപ്പോൾ തന്നെ ഇവരിൽ മുദ്ര ചെയ്തുറപ്പിക്കട്ടെ. ആമേൻ. യേശുനാഥ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ദിവ്യകാരുണ്യനാഥനിൽ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം ഹൃദയം കൊണ്ട് ഒരു നിമിഷം അംഗീകരിച്ച് പ്രാർത്ഥിക്കുക. ദൈവസാന്നിധ്യം അംഗീകരിക്കുമ്പോഴാണ് ആ സാന്നിധ്യത്തിന് അനുഗ്രഹങ്ങൾ കിട്ടുക. ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുള്ളപ്പോഴാണ് ആ വ്യക്തി കൂടെയുള്ളതിൻ്റെ അനുഗ്രഹങ്ങളും അതിൻ്റെ ബലവും നമുക്ക് കിട്ടുക. ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച്, അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച്. വചനത്തിലൂടെ നമ്മൾ കേട്ടില്ലേ, ഈശോ നമുക്ക് വേണ്ടി മരിച്ചതും രക്തം ചിന്തിയതും അവൻ ശരിക്കും അപ്പമായി തീർന്ന് നമ്മോട് കൂടെ ലോകാവസാനം വരെ ആയിരിക്കാൻ ആഗ്രഹിച്ചതൊക്കെ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. നാം അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനാണ് ഈശോ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തത്. ഒരു നിമിഷം നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഞാൻ അങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് നമ്മളെ വിളിക്കുക, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ, സുവിശേഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ, വിശുദ്ധിക്ക് ബല കൊടുക്കാൻ ഒക്കെ ഈശോ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഈ ആരാധന സമയത്ത് കർത്താവ് നമ്മളെ ക്ഷണിക്കുക. അതുകൊണ്ട് ആ വചനത്തിൽ നമ്മൾ കേട്ടു, വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് ഈശോ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഈശോ മരിച്ചത് ഞാൻ അവന് വേണ്ടി ജീവിക്കാനാണ്. ഈശോ മരിച്ചത് എനിക്ക് ജീവനുണ്ടാകാനാണ്. ഈശോ മരിച്ച് ഞാൻ അവന് വേണ്ടി ജീവിക്കാനാണ്. കർത്താവേ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അവിടുത്തെ ജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മനസ്സ് മരവിച്ച് കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മനസ്സ് ജീവനറ്റ് പോയ ജീവിതങ്ങളുണ്ടെങ്കിൽ, ആത്മാവിൽ മരവിപ്പ് ബാധിച്ച മക്കളുണ്ടെങ്കിൽ, കർത്താവെ സ്നേഹത്തിൽ മരവിപ്പ് ബാധിച്ച മക്കളുണ്ടെങ്കിൽ, കർത്താവെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലൊക്കെ മരവിച്ചു പോയ മക്കളുണ്ടെങ്കിൽ, കർത്താവ് അവിടുത്തെ സാന്നിധ്യം നൽകി ഇവർക്ക് ഇപ്പോൾ തന്നെ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ മറന്നുപോകുന്ന മക്കൾ, ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത മക്കൾ, ജീവനുള്ളതുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കർത്താവെ അതിന് കാരണമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ഇവരെ വിട്ടുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ, അതിനുള്ള കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇന്ന് നിരാശയിലും ആകുലതയിലും ഒറ്റപ്പെട്ടും സ്വയം ശപിച്ച് കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, ഞാൻ എന്തിനാ അവർക്കൊക്കെ വേണ്ടി ജീവിച്ച്, അവരെന്നെ നോക്കുന്നില്ലല്ലോ, അവരെന്നെ പരിഗണിക്കുന്നില്ലല്ലോ, ആർക്കും എന്നെ വേണ്ടല്ലോ എന്നുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന് വേണ്ടി ശേഷിക്കുന്ന ജീവിതം ജീവിക്കുവാൻ ഈ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, സൗഖ്യമൊഴുകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിക്കുവാൻ അഭിഷേകമുണ്ടാകട്ടെ. എനിക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ ജീവിതമില്ലെന്നുള്ള അഭിഷേകം ഇപ്പോൾ തന്നെ ആത്മാവിൽ ഏറ്റെടുക്കാൻ ഇവർ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മാനുഷിക ചിന്തകളും, എല്ലാ അന്ധകാര ശക്തികളുടെ പ്രേരണകളും ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ മനസ്സിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ കാഠിന്യം അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ബാധിച്ചിരിക്കുന്ന അന്ധത യേശുനാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം കാണുവാൻ, ഈശോയെ മനസ്സിലാക്കാൻ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ആത്മാവിൽ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, പൗരോഹിത്യത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, വേദനയോട് പ്രാർത്ഥിക്കുന്ന, വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഒറ്റപ്പെടലുകളും നൊമ്പരങ്ങളൊക്കെ ഏറ്റെടുത്ത് ഈ ജീവിതത്തിൻ്റെ അർത്ഥം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ അവിടുത്തെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും കൂപ്പാം, കട തുറന്ന് ഈശോയെ നോക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ആ സാന്നിധ്യവും സ്നേഹവും നമ്മുടെ കൂടെ എന്നുമുള്ള സാന്നിധ്യമാണെന്ന് വിശ്വസിച്ച് ഈശോ പറഞ്ഞില്ലേ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാ കർത്താവിൻ്റെ വാഗ്ദാനം. നമ്മളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. കാരണം ഈശോ സ്വന്തം ശരീരത്തിൽ മരണം ഏറ്റെടുത്തിട്ട്
ഞാനും നിങ്ങളും അവസാനം വരെ അവന് വേണ്ടി ജീവിക്കാനുള്ള ഒരു വിളി ആ സ്വർഗം നമുക്ക് തരുന്നത്. ആ വിളിക്കനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.